ഹായ് ഫ്രണ്ട്സ്, നൂഡിൽസ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് മഞ്ചൂരിയൻ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം നൂഡിൽസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഹക്ക നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്കിതിൽ നിന്ന് ഒരു പീസ് എടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വന്നിരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം, ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. ചൂടായിരിക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാബേജ് നീളത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ക്യാരറ്റ് കൂടെ അരിഞ്ഞത് ചേർക്കാം. അത് നീളത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു സവാള സ്ലൈസ് ചെയ്താണ് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്യാപ്സിക്കമാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം അധികം കുക്കാവാൻ പാടില്ല. അതിൻ്റെ ഒരു ക്രഞ്ചിനെസ്സൊക്കെ പോകാതെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി നൂഡിൽസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ്. ഇനി നമുക്ക് കുറേശ്ശെയാക്കി നൂഡിൽസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിളിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ. ഇനി ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജ് മഞ്ചൂരിയനാണ്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കയറി കാണണം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടില്ല. വേണ്ടവർക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മഞ്ചൂരിയൻ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. അതൊരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കണം, കഴിക്കണം എന്നൊക്കെ തോന്നും. അത്ര ടേസ്റ്റാണ് ഇതിന്. കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.